നാടെങ്ങും അമ്പാടിയാകുന്ന ഈ ജന്മാഷ്ടമി ദിനത്തിൽ കോട്ടയം നഗരവും എല്ലായിടത്തെയും പോലെ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി മാറിയിരിക്കുന്നു. കുഞ്ഞിക്കണ്ണന്മാരും രാധമാരുമെല്ലാം കളിച്ചു രസിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കോട്ടയം നഗരത്തിൽ നിന്ന് കാണാനാവുന്നത്. മഹാശോഭയാത്രയായി വിവിധയിടങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ ഇപ്പോൾ കോട്ടയം നഗരത്തിൽ സംഗമിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ തിരുനക്കര മൈതാനത്തിലേക്ക് മഹാശോഭയാത്രയായി കടന്നു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ പ്ലോട്ടുകളും അതും മറ്റുമെല്ലാമായാണ് ഈ ശോഭയാത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം നഗരത്തിൽ തളിയക്കോട്ട, അമ്പലക്കടവ്, മുട്ടമ്പലം, വേളൂർ, പാറപ്പടം, കോടിമത, തിരുനക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളാണ് ഇപ്പോൾ ഈ കോട്ടയം നഗരത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ സംഗമിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മഹാശോഭയാത്രയായി തിരുനക്കര മൈതാനത്തിലേക്ക് കടന്നു പോകുന്നു. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അക്ഷരനഗരിയിൽ നിന്ന് കാണാനാകുന്നത്. അക്ഷരനഗരി ഈ മണിക്കൂറുകളിൽ അമ്പാടിയായി മാറിയിരിക്കുന്ന കാഴ്ച തന്നെ വലിയ നയന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. വിവിധ തരത്തിലുള്ള കൃഷ്ണവേഷങ്ങൾ, അതുപോലെ തന്നെ കൃഷ്ണകഥകളിലെ വിവിധ കഥാസന്ദർഭങ്ങളെയെല്ലാം അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകളും വേഷങ്ങളും എല്ലാമായി ഗോപിക നൃത്തവും എല്ലാമായാണ് ഇപ്പോൾ ഈ ശോഭായാത്ര കോട്ടയം നഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും അമ്മമാരും പുരുഷന്മാരും എല്ലാം ഇത്തരത്തിൽ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് തങ്ങളുടെ ഇഷ്ടദൈവമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം, ഈ മനോഹരമായിട്ടുള്ള ഈ സുദിനത്തിൽ തൻ്റെ കുരുന്നുകളെ കൃഷ്ണനോടുപമിച്ചും രാധയോടുപമിച്ചുമെല്ലാം അവരെയെല്ലാം ആ വേഷം ധരിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായി ഈ ഘോഷയാത്രയിൽ അണിനിരത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഇത്തരത്തിൽ കോട്ടയത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ശോഭയാത്രകളിൽ കൃഷ്ണവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 3500-ലധികം ശോഭായാത്രകളാണ് കോട്ടയം ജില്ലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. സംഗമ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ശോഭയാത്രയും. ഭജന ഗീതകളുമെല്ലാമായാണ് ഇപ്പോൾ ഈ ശോഭയാത്രകൾ കടന്നുകൊണ്ടിരിക്കുന്നത്. തിരുനാമ സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ ഹരിനാമ കീർത്തനങ്ങളും ഭജനകളും എല്ലാമായി വളരെ ആഘോഷപൂർവ്വം ഭക്തിസാന്ദ്രം കൂടിയാവുകയാണ് ശോഭായാത്രകൾ ഓരോന്നും.